ഈ വീഡിയോ സിനിമാ നടൻ വിനായകനുള്ളതാണ്. എൻ്റെ പൊന്ന് വിനായക, ഈ എന്തായി കാട്ടിക്കൂട്ടുന്നത്? ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ എന്ന് പറയുന്നത് വ്യക്തി പൊതു സ്വത്താണ്. അദ്ദേഹത്തിന് ജാതിയോ ഭാഷയോ അതിരുകളൊന്നുമില്ല. കലാകാരനാണോ, അദ്ദേഹം പൊതുസ്വത്താണ്. അദ്ദേഹത്തെ എല്ലാവരും ഇഷ്ടപ്പെടും. അദ്ദേഹത്തിന് ജാതിയെന്നോ മതമൊന്നുമില്ല. അഥവാ അദ്ദേഹത്തിന് മതവും വിശ്വാസവും ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്, ക്യാമറയുടെ പിന്നിലുള്ള കാര്യങ്ങളാണ്. ക്യാമറയുടെ മുന്നിലെത്തുന്ന വ്യക്തി എപ്പോഴും പൊതു സ്വത്താണ്. അദ്ദേഹത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യും. അത്തരം കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇയാളീ കാട്ടിക്കൂട്ടുന്നത്, പൊതുജീവിതത്തിൽ ഈ കാട്ടിക്കൂട്ടുന്നത് എങ്ങനെ പൊതുജനങ്ങൾ സഹിക്കും? ഒന്ന് ആലോചിച്ച് നോക്കും. ഇത് ആദ്യത്തെ തവണയല്ല, ഇതിനു മുമ്പും പലതവണ ഉണ്ടായിട്ടുണ്ട്. വിനായകൻ ഒരു കാര്യം മനസ്സിലാക്കണം. വിനായകനെ ഇഷ്ടപ്പെടുന്നതും വിനായകനെ സഹിക്കുന്നതൊക്കെ വിനായകൻ എന്ന വ്യക്തിയുടെ കുടുംബ പശ്ചാത്തലം കണ്ടിട്ടോ അല്ലെ സമുദായ പശ്ചാത്തലം കണ്ടിട്ടോ അല്ലെ രാഷ്ട്രീയ പിൻബലം കണ്ടിട്ടോ ഒന്നുമല്ല. ഒരു സെലിബ്രിറ്റി, ഒരു കലാകാരനായതുകൊണ്ട് മാത്രമാണ്. എന്ന് വെച്ച് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പൊതുജനങ്ങൾക്ക് ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ ആരെങ്കിലും സഹിക്കാൻ പറ്റുമോ? അത് ആരാന്ന് പറഞ്ഞാലും, നമ്മുടെ മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, പൊന്നു കായ്ക്കുന്ന മരമെന്ന് പറഞ്ഞാലും പരപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ വെട്ടിക്കളയണമെന്നാണ്. തന്നെയുമല്ല, വിനായകനെ പോലുള്ള കലാകാരന്മാർ സത്യത്തിൽ നമ്മുടെ സംഘടനയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ സമുദായ സംഘടനയ്ക്ക് വളരെ അഭിമാനമാണ്, നമ്മുടെ സമൂഹത്തിന് അഭിമാനമാണ്. പക്ഷേ ഇത്തരം പ്രവൃത്തികൾ നമുക്കൊരു തലവേദനയാണ്. കാരണം തിയേറ്ററിൽ കൈയടിക്കുന്ന, താങ്കളെ കണ്ട് കൈയടിക്കുന്ന വ്യക്തികൾ ഇത്തരം പ്രവൃത്തികൾ കാണുമ്പോൾ നമ്മളെ ചീത്ത വിളിക്കുന്നു. ആ ചീത്ത വിളി ഈ പറയുന്ന ഞങ്ങളെല്ലാം കേൾക്കേണ്ടി വരുന്നു, സഹിക്കേണ്ടി വരുന്നു. അല്ല ഇപ്പം എന്ത് ചെയ്യാൻ? ഇത്തരം വൃത്തികേടുകൾ കാണിച്ചിട്ടാണല്ലോ പൊതുജനങ്ങൾ ഇത് വിമർശിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നത്. വിനായകൻ്റെ മുന്നേ ഉണ്ടായിരുന്നൊരു, വിനായകനേക്കാൾ എത്രയോ മികച്ച ഒരു കലാകാരനായിരുന്നു കലാഭവൻ മണിച്ചേട്ടൻ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ കാര്യങ്ങൾ എന്തെങ്കിലും കേട്ടോ? ഒരിക്കൽ മാത്രം എന്തോ ഒരു കേസ് പെട്ടിട്ടുണ്ടെന്നുള്ള അല്ലാതെ വേറെ യാതൊരു കേസും പുള്ളി പൊതുജനങ്ങളെ ചീത്ത വിളിച്ചതായിട്ടോ പൊതുജനങ്ങളുടെ മുമ്പിൽ തുണി ഊരി കാണിച്ചതായിട്ടോ അല്ലെങ്കിൽ അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെട്ടതായിട്ടോ എന്തെങ്കിലും എവിടെയെങ്കിലും വേറെ പരാതി കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അതൊന്നും കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റുമോ? കലാഭവൻ മണിച്ചേട്ടൻ ആരാണെന്നും എന്താണെന്നും എനിക്ക് അയാളെ അറിയില്ല എന്നൊക്കെ വിനായകന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അത്തരം നല്ല മാതൃകാപരമായ ജീവിതം കൈക്കൊള്ളുക. അല്ലാതെ ചുമ്മാ ഞാൻ മദ്യപിക്കുന്നുവെങ്കിൽ എൻ്റെ സ്വന്തം ആവശ്യം അല്ല, മറ്റുള്ളവരെ മെക്കിട്ട് കയറുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പയത്തൊന്ന് വിളിച്ച് പറയാനല്ല ഞാൻ മദ്യപിക്കുന്നത്. ഇനിയെങ്കിലും വിനായകൻ്റെ ഈ ശൈലി മാറ്റിയേ മതിയാവൂ. അല്ലാതെ ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇങ്ങനെ തന്നെയാണ്, എൻ്റെ ഇത്തരം പ്രവൃത്തികൾ മാറുകയല്ല, സഹിക്കാവുന്നവർ സഹിച്ചാൽ മതി എന്ന ഒരു ഭാവമാണെങ്കിൽ എൻ്റെ പൊന്നു കുഞ്ഞെ ഇത് ദുരിതത്തിൽ വന്ന് അവസാനിക്കുകയുള്ളൂ. ഒരു സംശയം വേണ്ട. നീ ഇവിടം കൊണ്ട് നിൽക്കേണ്ട കലാകാരനല്ല. ഇനി ദേശീയ തലത്തിൽ ദേശീയ പുരസ്കാരം വരെ നേടാൻ യോഗ്യതയുള്ളൊരു കലാകാരനാണ്, മനസ്സിലായോ? അല്ലാതെ ഇവിടം കൊണ്ട് ഈ ഇട്ടാവട്ടം കേരളം കൊണ്ട് ഒതുങ്ങേണ്ട ആളല്ല. നിന്നിലെ ഇത്തരം പ്രവൃത്തികളുണ്ടല്ലോ, ദേശീയ തലം പോയിട്ട് എന്താ പറയുക, സംസ്ഥാന തലത്തിൽ തന്നെ ഒതുങ്ങേണ്ട ഗതികേടി വരുത്തരുത്. ഒരു ജയിലർ സിനിമ വിജയിച്ചു, സംഭവം ശരിയാ, ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു, അത്രയേ ഉള്ളൂ എന്ന് കരുതി ഞാൻ എന്ത് തോന്നിവാസം കാണിച്ചാലും ബാക്കിയുള്ള ഇൻഡസ്ട്രിക്കാർ സഹിക്കും അല്ലെങ്കിൽ പൊതുജനങ്ങൾ സഹിക്കും എന്നൊരു ഭാവം ഉണ്ടെങ്കിൽ അത് നടക്കുകയില്ല, ഈ രാജ്യത്ത് നടക്കുകയില്ല. സിനിമ എന്ന് പറയുന്നത് വേറെ, കലയെന്ന് പറയുന്നത് വേറെ, നമ്മുടെ വ്യക്തിബന്ധം വ്യക്തിജീവിതം എന്ന് പറയുന്നത് വേറെ, രണ്ടും രണ്ടാണ്. ഇത്തരം പ്രവൃത്തികൾ ഇനിയും തുടർന്ന് കാണിച്ചാൽ നമ്മുടെ സമുദായം സംരക്ഷിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ പാർട്ടി സംരക്ഷിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും? ആർക്കും സംരക്ഷിക്കാൻ പറ്റുകയില്ല. വായത്തൊന്ന് വിളിച്ചു പറയുകയും വേണ്ടാതിനെയും കാണിക്കുകയും പൊതുജനങ്ങളുടെ മെക്കിട്ട് കയറുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ ആർക്കെങ്കിലും സംരക്ഷിക്കാൻ പറ്റുമോ? ആർക്കും സംരക്ഷിക്കാൻ പറ്റുകയില്ല. ഈ രാജ്യത്ത് നിയമമുണ്ട്, കോടതിയുണ്ട്, പോലീസുണ്ട്, മനസ്സിലായോ? ഓർക്കുന്നില്ലേ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത? തമിഴ്നാട്ടിൽ ജയലളിതയുടെ നേരെ മുന്നിൽ നിന്ന് ആണുങ്ങളായിട്ടുള്ള ഒരു പുരുഷന്മാർ മുഖത്ത് നോക്കി സംസാരിക്കാൻ അവർ അനുവദിക്കുകയില്ല. തല കുനിഞ്ഞ് വേണമെന്ന് സംസാരിക്കാൻ. തമിഴ്നാട് മൊത്തം ഭരിച്ചിരുന്ന ജയലളിതയെ കൊണ്ടുപോയി കർണാടകയിൽ അതിന് അഗ്രഹാരം ജയിലിൽ കൊണ്ട് 28 ദിവസം ഇട്ടു. ഓർക്കുന്നുണ്ടോ? 27 രാത്രിയും 28 പകലും കിടത്തി, മനസ്സിലായോ? സംസ്ഥാനം അവരുടെ ഉള്ളം കയ്യിലായിരുന്നു, എന്നിട്ട് പോലും അവർക്ക് ആ ഗതികേടുണ്ടായി. അത്രത്തോളം ഇല്ലല്ലോ നമ്മളാരും. അവരെത്ര വലിയ കലാകാരിയാണെന്നറിയാമല്ലോ, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എത്ര വലിയ ധീര വനിതയാണെന്നറിയാമല്ലോ. എന്നിട്ട് പോലും അവർക്ക് ആ ഗതികേടുണ്ടായി. എന്താ കാര്യം? ഈ രാജ്യത്ത് നിയമമുണ്ട്,
പോലീസുണ്ട്, പട്ടാളമുണ്ട്. നമ്മൾ വായിത്തൊന്നും കാണുന്നതൊക്കെ കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ ആരാന്ന് പറഞ്ഞാലും ഉള്ളേ പോകും. അന്നേരം ആരും ഈ പറയുന്ന ആരും നമ്മളെ സംരക്ഷിക്കാൻ കാണുകയല്ല. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദര, ദൈവത്തെ ഓർത്ത് ഇത്തരം പ്രവൃത്തികളിൽ നിന്നും സഹോദരൻ പിന്മാറിയേ മതിയാവൂ. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. കാര്യങ്ങളുടെ ഗൗരവം സഹോദരൻ വിനായകന് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെങ്കിലും എപ്പോഴെങ്കിലും ഈ വീഡിയോ വിനായകൻ്റെ പക്കൽ എത്തുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.